ലിപ്പിഡ് എന്ന് പറയുമ്പം നോക്കിക്കേ, കൊഴുപ്പുകളും എണ്ണകളും ഉപയോഗിക്കുമ്പോൾ ലിപ്സ്റ്റിക് അവിടെ കിട്ടും. ഗ്ലൂക്കോസ് മൂപ്പരുടെ ഷേപ്പിനനുസരിച്ച് മൂപ്പർ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ വാഹക പ്രോട്ടീനാണ് പ്രത്യേക ഷേപ്പിലൂടെ ഗ്ലൂക്കോസിനെ, അതിനാണ് നമ്മൾ പറയാ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായി പഠിക്കണേ മക്കളെ. നമ്മൾ ഇന്ന് പുതിയ SCERT 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുകയാണ്. 9ാം ക്ലാസ്സിലെ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കും. നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം. ക്ലാസ് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാത്തിനും ഉത്തരം കമന്റ് ചെയ്യണേ. നോക്കൂ, ആദ്യ ചാപ്റ്ററിന്റെ പേര് ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ്. ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് വരുന്നത്. ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇതിനകത്തൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് പഠിക്കാം. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ജീവന്റെ താക്കോൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം മക്കളെ. നോക്കൂ, 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം പിന്നിട്ടതിനു ശേഷമാണ് നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായതെന്ന് പറയുകയാണ്. ചോദ്യം ചോദിക്കും നിങ്ങളോട്, നമ്മുടെ ഭൂമിയിൽ ആദ്യമായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ രൂപപ്പെടുത്തിയ കൃത്രിമ ബാക്ടീരിയ ഏതാണ്? ആദ്യമായിട്ട് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കിയെടുത്ത ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയുടെ പേര് എല്ലാവരും പഠിച്ചേ. ഈ കോളി ബാക്ടീരിയ. എല്ലാവർക്കും കിട്ടണേ. ഈ കോളി ബാക്ടീരിയ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ് ഉണ്ടാക്കിയത്? ഈ കോളി. ഇതെവിടെയാണ് കാണുന്നത് ഈ ബാക്ടീരിയ? കുടലിലും മണ്ണിലും ജീവിക്കുന്ന ബാക്ടീരിയ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കോളി ബാക്ടീരിയ കുടലിലും മണ്ണിലും. കേട്ടോ, കുറച്ച് മണ്ണ് നമ്മുടെ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ കുളമായി പോകും. എന്നാലോചിക്കുക, ഈ കോളി മണ്ണ് കുടല് ആദ്യമായി ഉണ്ടാക്കിയ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കിയെടുത്ത കൃത്രിമ ബാക്ടീരിയ ഇതാരാണ് ഉണ്ടാക്കിയത്? ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. നോക്കൂ, കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ രൂപപ്പെടുത്തിയ ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഈ കോളി ബാക്ടീരിയ മണ്ണിലും അതുപോലെ തന്നെ കുടലിലും കാണപ്പെടുന്ന ബാക്ടീരിയ. പഠിച്ചോ? നിങ്ങള് പഠിച്ചോ? നോക്കൂ, സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. സാവധാനത്തിലാണെങ്കിലും നമ്മുടെ സാധാ ബാക്ടീരിയകൾ നമ്മൾ ജനിത പ്രകൃതിയിലുണ്ടല്ലോ. അപ്പൊ അതിന് പകരം ഇത് അല്ലാതെ തന്നെ നോക്കൂ, സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും ഈ ബാക്ടീരിയ, കൃത്രിമ ബാക്ടീരിയകൾക്ക് കഴിയുമെന്ന കാര്യം മറന്നു പോകണ്ട. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു, ജീവൽ പ്രക്രിയകളിലേക്കാണ്. ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തുടർന്നുള്ള ഓരോ ചാപ്റ്ററും ഇതിന് തുടർച്ചയായിട്ട് നിങ്ങൾ നന്നായി പഠിച്ചാൽ മുഴുവൻ മാർക്കും ബയോളജി കിട്ടും. നോക്കൂ, ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയ ജീവലക്ഷണങ്ങൾ. ഇപ്പൊ ഒരു ജീവനുള്ള ഒരു വസ്തുവാണ് നമ്മൾ പറയുക, അത് ശ്വസിക്കുന്നുണ്ടോ, അത് ചലിക്കുന്നുണ്ടോ, അത് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ. അപ്പൊ അത്തരത്തിൽ ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതൊരു ജീവി, സസ്യങ്ങള്, ഇപ്പൊ നമ്മൾ ഓരോ മനുഷ്യന്മാരെടുത്താലും അല്ലെ, മറ്റ് ജീവജാലങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായ ജീവിയുടേത് കോശമാണ്. എല്ലാവർക്കും അറിയാലോ, കോശങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. മക്കളെ, ജീവജാലങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, അതായത് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം പഠിക്കുക. എന്താണത്? കോശമാണ്. കിട്ടുമല്ലോ. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. ആ കോശം ശ്രദ്ധിക്കണേ, ആ കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമോ അതിനെ കുറിച്ചാണ്. കോശങ്ങൾക്കകത്ത് എന്ത് നടക്കുന്നു? നമ്മുടെ ശരീരത്തിനൊക്കെ വേണ്ട രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുക കേട്ടോ. നോക്കൂ, ശ്രദ്ധിക്കണേ. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. നിങ്ങളുടെയും എന്റെയും ഒക്കെ ഈ പറയുന്ന കോശങ്ങൾ അല്ലെ, ശരീരത്തിലെ വിവിധ കോശങ്ങളില്ലേ. അപ്പോ ഈ ഓരോരോ കോശങ്ങൾക്കകത്തും അതിന്റെ ഈ പറയുന്ന രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കണം. ജീവൻ ആവശ്യമായ, നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അത് നടക്കണമെങ്കിൽ ചില മൂലകങ്ങൾ ആവശ്യമാണ്. നോക്കൂ, നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. ഏതെല്ലാമാണ് ആ മൂലകങ്ങൾ?
കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം. അങ്ങനെ പല മൂലകങ്ങളുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട മൂലകങ്ങൾ. നോക്കൂ ഏതെല്ലാമാണ് കൃത്യമായിട്ട്. ഇതാ എന്റെ പിറകിൽ ഒരു പക്ഷെ നിങ്ങൾ കാണില്ല. ഇതിന്റെ PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കിട്ടും. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും കേട്ടോ. നോക്കൂ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം. എടാ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളല്ലേ? ഹൈഡ്രജൻ ഉണ്ട്, അവിടെ കാർബൺ ഉണ്ട്, അവിടെ ഓക്സിജൻ ഉണ്ട്, അവിടെ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട് കേട്ടോ. എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിലും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ തന്മാത്രകളെല്ലാം രൂപപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ കോശങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള തന്മാത്രകളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിലെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, എൻസൈമുകൾ എന്തിനുദാഹരണമാണ്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാത്തവരാണെങ്കിൽ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഈ ചാപ്റ്റർ കാണുന്നവരാണെങ്കിൽ കിട്ടാൻ സാധ്യത. എൻസൈമുകൾ ലിപ്പിഡ് ആണോ, ന്യൂക്ലിക് ആസിഡ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, പ്രോട്ടീൻ ആണോ? ചോദ്യമാണേ ഒരു ചോദ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം പഠിക്കുന്നത്, ബയോമോളിക്യൂളുകൾ. എന്താണ് ബയോമോളിക്യൂളുകൾ? അപ്പൊ ഈ ഒരു പിക്ചർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ബയോമോളിക്യൂൾ? ഇത് വായിച്ചുകൊണ്ട് നമ്മൾ ആ ബയോമോളിക്യൂൾ പഠിക്കാം. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കേൾക്കുന്ന സ്ഥിരമായിട്ട് അല്ലേ? കാർബണും ഹൈഡ്രജനും CH, പിന്നെന്താണ് ഓക്സിജൻ CHO. ഇത് പല രീതിയിൽ നമുക്ക് ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ അടിയിൽ മാറുമ്പോൾ നിങ്ങൾ എന്നെ പണ്ട് സ്കൂളൊക്കെ പഠിച്ച ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഓരോരോ പേരുകൾ വെച്ചിട്ട് ഇപ്പൊ ഫ്രാക്ടോസ്, ഗ്ലൂക്കോസ്, സൂക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബ് കൂടുതലാണെന്നൊക്കെ ഇപ്പോൾ എപ്പോഴും പിള്ളേരൊക്കെ അല്ലേ, ഈ ചെറിയ പുതിയ പിള്ളേരൊക്കെ പറയാറുണ്ട്. കപ്പ കഴിക്കരുത്, ചോറ് കഴിക്കരുത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്താ നമുക്കറിയാം, നല്ല ഊർജ്ജമൊക്കെ കിട്ടാൻ വേണ്ടി. പ്രോട്ടീൻ, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രോട്ടീനെ കുറിച്ച് അറിയാം. ലിപ്പിഡുകൾ ഒരു പക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. ന്യൂക്ലിക് ആസിഡുകൾ ഒരു പക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. ഈ 4 പേരെല്ലാവരും പഠിച്ചേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയെ നമ്മൾ എന്ത് വിളിക്കും? ബയോമോളിക്യൂളുകൾ എന്ന് വിളിക്കും. ബയോമോളിക്യൂൾസ്. നോക്കൂ മക്കളെ, ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ. ഇപ്പൊ കോശത്തിനകത്ത് ഓരോ രാസപ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലും നമ്മുടെ ജീവന്റെ ഈ പറയുന്ന പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്ന് കാർബോഹൈഡ്രേറ്റുകൾ, ഒന്ന് പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ. ഇവയെ നമ്മൾ ഏത് പേര് വിളിക്കും? ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കും. ഇപ്പൊ കണ്ടോ അത് തിരിച്ചു വെച്ചത് എങ്ങനെയുണ്ട് നോക്കൂ. ബയോമോളിക്യൂൾ. ആ ബയോമോളിക്യൂളിനെ നമ്മൾ 4 ആക്കുന്നു പ്രധാനമായിട്ടും. ഒന്ന് കാർബോഹൈഡ്രേറ്റുകൾ, മറ്റൊന്ന് ലിപ്പിഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തത് പ്രോട്ടീൻ പറഞ്ഞു, നാലാമത്തത് ന്യൂക്ലിക് ആസിഡ് പറഞ്ഞു. എന്തൊക്കെയാണ് രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പൊ ഈ 4 ഉദാഹരണങ്ങൾ ബയോമോളിക്യൂളുകൾ 4 എണ്ണം എന്ന് നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് ബയോമോളിക്യൂളാണ്, ലിപ്പിഡ് ബയോമോളിക്യൂളുകളാണ്, പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡും. അവിടെ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുമ്പോൾ മക്കളെ ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പല നാരുകൾ, ഇപ്പൊ പറയുന്ന സെല്ലുലോസ് ഒക്കെ പറയുമ്പോൾ മനുഷ്യന് ദഹിക്കാത്ത, എന്നുവെച്ചാൽ ഈ മൃഗങ്ങൾക്കൊക്കെ ദഹിക്കുന്ന ഒന്നാണ് എന്ത്? സെല്ലുലോസ് അല്ലെ. നമ്മൾ പച്ചപ്പുല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കും, പക്ഷെ നല്ല നാരാണ്, അത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. എന്താണ് ഗ്ലൂക്കോസും ഫ്രാക്ടോസും സൂക്രോസും തമ്മിലെ വ്യത്യാസം. അപ്പൊ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ പഠിക്കാം. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങൾ. ലിപ്പിഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ലിപ്സ്റ്റിക് ആലോചിക്കുക. ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന കോഡാണ്, വർഷങ്ങളായിട്ട് PSC പഠിപ്പിക്കുമ്പോൾ. ലിപ്സ്റ്റിക് നോക്കൂ, നല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇടുമ്പോൾ നല്ല കൊഴുപ്പ്, കുറച്ച് എണ്ണ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് നിങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ചുണ്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് അങ്ങനെ കൊഴുപ്പ് നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഇട്ടാക്കി കഴിഞ്ഞാൽ എന്താവും? നല്ലൊരു സുഗന്ധം തോന്നില്ല. കാരണം എന്താ പറയാ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ അഭിപ്രായം. ആ ഒരു ഗുമ്മ കിട്ടും അല്ലെ. അപ്പൊ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, കൊഴുപ്പുകളും എണ്ണകളും ഉപയോഗിക്കുമ്പോൾ ലിപ്സ്റ്റിക് അവിടെ കിട്ടും. അപ്പൊ ലിപ്പിഡുകൾ, ഇതിനൊക്കെ എന്താന്ന് ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ജലത്തിൽ ലയിക്കില്ല ഈ പറയുന്ന ലിപ്പിഡുകൾ, അതായത് കൊഴുപ്പാണെങ്കിലും എണ്ണയാണെങ്കിലും ഒന്നും ജലത്തിൽ ലയിക്കില്ല. ഇവിടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് മറ്റൊരു ടൈപ്പ് ഉണ്ട്.
അവിടെ നമുക്ക് അമിനോ ആസിഡുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് ഇത്തരം പ്രോട്ടീനുകൾ ഉണ്ടാവുക. അപ്പൊ പ്രോട്ടീനുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വരുമ്പോൾ എൻസൈമുകൾ, അതുപോലെ തന്നെ ഹോർമോണുകൾ, അതുപോലെ തന്നെ ആന്റിബോഡികൾ, 3 എണ്ണമാണ്. ശ്രദ്ധിക്കണേ, ഏതൊക്കെയാണ്? എൻസൈമുകള്, ഹോർമോണുകള്, ആന്റിബോഡികളൊക്കെ പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ്. ലിപ്പിഡുകൾക്ക് ഉദാഹരണം കൊഴുപ്പ്, എണ്ണകൾ. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡ് ഉദാഹരണം കൊഴുപ്പുകൾ, എണ്ണകൾ. പ്രോട്ടീൻ ഉദാഹരണം എൻസൈമുകളും ഹോർമോണുകളും ആന്റിബോഡികളും. ഇത് മിക്കവാറും നിങ്ങൾക്ക് തെറ്റും. ഇതാ പഠിച്ചു വെക്കണം. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. ഇനി നമുക്ക് ന്യൂക്ലിക് ആസിഡുകൾ. ബയോമോളിക്യൂളുകളില് കാർബോഹൈഡ്രേറ്റും ലിപ്പിഡുകളും പ്രോട്ടീനും കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് ന്യൂക്ലിക് ആസിഡാ. ന്യൂക്ലിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ DNA ഒരു പേര് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന DNA RNA, പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം പലർക്കും അറിയില്ല. നോക്കൂ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നമുക്ക് DNA എന്ന് പറയാം. അതിനകത്തുള്ള ഡിയോക്സി ഒഴിവാക്കിയാൽ റൈബോ ന്യൂക്ലിക് ആസിഡുകളാണ് RNA. അപ്പൊ ന്യൂക്ലിക് ആസിഡ് എന്നുള്ളതിന് അവിടെ കിട്ടും RNA, DNA. ന്യൂക്ലിക് ആസിഡ് അതിനകത്തുണ്ടല്ലോ. അപ്പൊ ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് DNA, മറ്റൊന്ന് RNA. DNA, RNA. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറയാം. അപ്പൊ ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. അതിന്റെ ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. ജീവനുള്ള വസ്തുവാണ്. ഒരു മനുഷ്യനായിക്കോട്ടെ, സസ്യമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും സൂക്ഷ്മജീവി ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ജീവനുള്ളതാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ബയോമോളിക്യൂളുകളും മറ്റ് രാസഘടകങ്ങളൊക്കെ ചേർന്ന് നടന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിന് ജീവനുണ്ട്, ഇത് വളരുന്നുണ്ട്, ഇത് എന്താ പറയുക, ചലിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുക. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കല്ലേ. അപ്പൊ എന്താണ് പറയാ? ഒരു ജീവിയിൽ നടക്കുന്ന മുഴുവൻ രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ നമുക്ക് മെറ്റബോളിസം എന്ന് വിളിക്കാം. മെറ്റബോളിസത്തെ നമുക്ക് 2 ആക്കി തിരിക്കാം. നോക്കൂ മക്കളെ, കൃത്യമായി പഠിക്കണം. ബയോമോളിക്യൂൾസ് നമ്മള് 4 ആക്കി തിരിച്ചു. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡുകള്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. അവയ്ക്ക് ഉദാഹരണങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് മെറ്റബോളിസം ആണ്. രാസപ്രവർത്തനം, മൊത്തത്തിലുള്ള രാസപ്രവർത്തനം എന്ത് വിളിക്കും പറഞ്ഞു നോക്കി? മെറ്റബോളിസം. ഓക്കെ ആണ്. ആ മെറ്റബോളിസത്തെ 2 ആയി തിരിക്കുന്നു. എന്തൊക്കെയാടാ? ഒന്ന് ആന, ഒന്ന് കാറ്റ്. ആനയല്ല, അനാബോളിസം. പഠിക്കാൻ വേണ്ടി ആന എന്ന് പറഞ്ഞതാ. അനാബോളിസം. മറ്റൊന്ന് കാറ്റബോളിസം എന്നൊക്കെ പറയാം. എങ്ങനെ പറഞ്ഞാലും കാറ്റും ആനയും അത് മതി. ആന എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ആന കുറച്ച് വലുതല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് കൂടുമ്പാണ് ആനയാവുക. ആന പോലായി എന്ന് പറയില്ലേ? അയ്യേ, കാറ്റ് പോലായി, മെലിഞ്ഞു പോവുക എന്നറിയാം. അപ്പൊ വിഘടിച്ച് കഴിഞ്ഞാൽ കുറയാം അല്ലെ? തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ കറ്റാബോളിസം അല്ലെങ്കിൽ കാറ്റ് എന്ന് ആലോചിക്കുക, കാറ്റബോളിസം എന്ന് വിളിക്കും. എന്നാൽ ശ്രദ്ധിക്കണേ മക്കളെ, തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പരിപാടിക്ക് എന്ത് വിളിക്കും? അനാബോളിസം. അപ്പൊ ആന എന്ന് പറഞ്ഞാൽ വലുത്. മോദി ആനയെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലുത് ഇങ്ങനെ കൂടി വരിക, ആനയെ പോലെ. അപ്പം നോക്കൂ, തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് അനാബോളിസം, തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കാറ്റാബോളിസം. സെറ്റാണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റബോളിസം അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള മൊത്തം രാസപ്രവർത്തനങ്ങൾ ഒന്നാകെ മെറ്റബോളിസം എന്ന് വിളിക്കും. ആ മെറ്റബോളിസത്തെ അനാബോളിസം എന്നും കാറ്റാബോളിസം എന്ന് വിളിക്കും. അവിടെ നമുക്ക് 2 എക്സാമ്പിൾ പഠിക്കണം. എന്തൊക്കെയാടാ? കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞു, ആന. അപ്പൊ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രവർത്തനം എന്തിൽ വരും? ഈ ഗ്ലൂക്കോസിന്റെ ഒരു നിർമ്മാണം നമ്മൾ ആലോചിക്കുക. ഓരോരോ രാസപ്രവർത്തനങ്ങളുണ്ടല്ലോ, പല ടൈപ്പ് പരിപാടികൾ, ജീവികളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനം എന്തിൽ വരും? അത് നിർമ്മാണമല്ലേ? അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുക. അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണല്ലോ അല്ലെ? സസ്യങ്ങൾ നമുക്ക് പ്രകാശ സംശ്ലേഷണം പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ ഗ്ലൂക്കോസ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പം സസ്യങ്ങൾക്കകത്തുള്ള ഒരു പ്രവർത്തനം അതാണ് എന്ത്? ഈ പറഞ്ഞ ഗ്ലൂക്കോസ് നിർമ്മാണം. അത് എന്തിൽ പെടും? അത് അനാബോളിസത്തിൽ വരും, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാലേക്ക്.
എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചുകൊണ്ടാണ് സസ്യങ്ങൾ എന്തുണ്ടാക്കുക മക്കളെ? ഈ പറയുന്ന ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. സെറ്റാണോ? എന്നാൽ പ്രോട്ടീൻ വിഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ട്. പ്രോട്ടീൻ വിഘടിച്ചുകൊണ്ട് അമിനോ ആസിഡുകളായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് മനുഷ്യ ശരീരം വിശദമായി പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ അമിനോ ആസിഡുകളെ കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. പ്രോട്ടീൻ ഈ പറയുന്ന വിഘടിച്ചുകൊണ്ട് നമുക്ക് ദഹന പ്രക്രിയ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിലേക്കുള്ള ആഗിരണമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അമിനോ ആസിഡുകളെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമാവും. അപ്പൊ ആലോചിക്കുക, പ്രോട്ടീൻ വിഘടിക്കുക എന്ന് പറഞ്ഞാൽ അത് അമിനോ ആസിഡുകളാകുക എന്ന് പറഞ്ഞാൽ അത് എന്തിൽപ്പെട്ടതാണ്? അത് കാറ്റബോളിസത്തിൽ പെട്ടതാണ്. അപ്പൊ മനസ്സിലായല്ലോ, പ്രോട്ടീൻ വിഘടനം കാറ്റബോളിസം, ഗ്ലൂക്കോസ് നിർമ്മാണം ആനബോളിസം. അതൊന്ന് വായിക്കുക ഞാൻ. മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? നമ്മൾ പറഞ്ഞത് ശരീരത്തിനകത്തുള്ള മൊത്തം പ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അത് മെറ്റബോളിസം. ആ മെറ്റബോളിസം ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ സ്പീഡാക്കാം അല്ലേ? നമ്മുടെ ശരീരത്തിനകത്തുള്ള എൻസൈമുകൾ, ഹോർമോണുകൾ, ഇതൊക്കെ ശരീരത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളെ സ്പീഡാക്കാൻ അല്ലേ, ചിലതൊക്കെ നിയന്ത്രിക്കണം. ഹോർമോൺ വെച്ചുകൊണ്ട് കുറയ്ക്കാനും കൂട്ടാനും ആ പ്രവർത്തനത്തിനൊക്കെ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. എൻസൈം എന്താണ്, ഹോർമോൺ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. നമുക്കറിയാലോ ഇപ്പൊ എൻസൈം എന്ന് ഞാനത് വായിക്കട്ടെ, നിങ്ങൾ ചുമ്മാ കേട്ടാൽ മതി. ഇതൊക്കെ വിശദമായിട്ട് മറ്റു ക്ലാസ്സിൽ വരുന്നുണ്ട്. വിവിധ എൻസൈമുകളും വിവിധ ഹോർമോണും നമുക്ക് പഠിക്കാനുണ്ട്. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീന്റെ എക്സാമ്പിൾ ആണ് എൻസൈം. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്സിൻ, ഇതൊക്കെ എൻസൈമുകളാണ് കേട്ടോ. ആമാശയം നമുക്ക് ദഹന പ്രക്രിയ പഠിക്കുമ്പോൾ ഇതൊക്കെ പറയാം. ഇപ്പൊ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്സിൻ ഉണ്ട്, ഇതൊക്കെ എന്താണ്? എൻസൈമാണ് കേട്ടോ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തന്മാത്രകളാണ് ഹോർമോണുകൾ കേട്ടോ. ഈ പറയുന്ന മറ്റൊരു കാര്യം, ഹോർമോൺ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിനകത്ത്. ഇപ്പൊ ആഗ്നേയ ഗ്രന്ഥി അല്ലേ, അതുപോലെ തന്നെ ഓരോരോ ഗ്രന്ഥികൾ, പാൻക്രിയാസ് എവിടുന്ന് എങ്ങനെ എന്തുൽപാദിപ്പിക്കുന്ന ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത്തരത്തില് ആഗ്നേയ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഹോർമോണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്ന് വിളിക്കും. ഇവയാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇതൊക്കെ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. സ്ത്രീകൾക്ക് നിങ്ങൾക്ക് അറിയാലോ, ആ ഗർഭസമയത്ത് പ്രൊജസ്ട്രോൺ വേണം. അപ്പൊ നമുക്ക് പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന, നിയന്ത്രിക്കാനൊക്കെയാണ് ഹോർമോണുകൾ. അതുപോലെ തന്നെ എൻസൈമുകൾ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നോ നോക്കിയാൽ, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കിട്ടുമോ നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് കാറ്റബോളിസത്തിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പരീക്ഷ വന്ന് നോക്കുക, ഇത് തെറ്റാണ്. മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ശരിയാണല്ലോ. അപ്പൊ 1 ശരി 2 തെറ്റല്ല, ഇതാണ് അല്ലെ. 2 ശരിയും 1 തെറ്റും. ഓക്കെ, നോക്കൂ, നമുക്ക് മറ്റു 2 എക്സാമ്പിൾ എടുത്തുകൊണ്ട് വേറൊരു ചില കാര്യത്തിലേക്ക് പോകാം. അമീബ ജന്തുക്കൾ. അമീബ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഏകകോശ ജീവിയാണ്. ഫോട്ടോ കാണുന്നുണ്ടല്ലോ. ജന്തുക്കൾ ഒരു പക്ഷേ എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അതും നന്നായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഓരോരോ സെല്ല്, ആ ഫോട്ടോ നോക്കണേ, ഓരോരോ സെല്ല് കാണാം. ആ സെല്ലിന്റെ പുറത്ത് അല്ലെ ഇങ്ങനെ 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 ഒരു ബ്ലൂ കളർ കണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഒരു കനാൽ പോലെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചാല് ആ ഓരോ ചാലിലും ഓരോ കോശങ്ങൾ. ഇതാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ ജന്തുക്കളുടെ ഒരു സിസ്റ്റമാണ്. രണ്ടാമത്തെ ഫോട്ടോ. ആദ്യത്തത് അമീബ. ഓക്കെ, അപ്പൊ അമീബയെ സംബന്ധിച്ച് അമീബയുടെ കോശമുണ്ട്. ഇത് ഈ ബ്ലൂ കളർ കാണുന്നത് പുറത്തുള്ള അമീബ ഒരൊറ്റ കോശം, അതായത് ഒരു ഏകകോശമുള്ള ഒരു ജീവിയാണ്. ആ ജീവി മൊത്തം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകകോശ ജീവികളിൽ പുറത്തുനിന്നും, ബാഹ്യ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കേട്ടോ, പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമീബയ്ക്ക് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഓരോ സാധനങ്ങളും ഉള്ളോട്ടെത്തുന്നത് അല്ലെ, നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളോട്ടെത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ ജീവൽ പ്രവർത്തനങ്ങൾ. ഇത് നടക്കുന്ന പോലെ ഒന്നുമല്ല അമീബയ്ക്ക്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയ ഒറ്റ ഇതിൽ മനസ്സിലാക്കുക, ഏകകോശ ജീവിയായ അമീബ ബാഹ്യ പരിസരം അല്ലെങ്കിൽ പുറത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരമുണ്ടതിന് ചുറ്റും, ആ കോശസ്തരത്തിലൂടെ അതിൻ്റെ ഉള്ളോട്ട് വന്നിട്ട് അതിന്റെ പരിപാടികൾ നടക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ജന്തുക്കളാണ് നമ്മളിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പിക്ചർ നോക്കൂ. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും
ഞാൻ വായിക്കാം, ഒരുപക്ഷെ നിങ്ങൾ കാണില്ല, നിങ്ങൾക്ക് PDF പിന്നീട് വായിച്ചു നോക്കാം. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. മക്കളെ, ഇവിടെ 2 ഐറ്റംസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഈ ബ്ലൂ കളറിൽ കാണുന്നതും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞ കളറിൽ കാണുന്നത് കോശത്തിനുള്ളിലെ ദ്രവ്യമാണ് കേട്ടോ, കോശദ്രവ്യം. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആദ്യം ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അപ്പോ അമീബ പോലെയല്ല, ഏകകോശ ജീവിയാണ് അമീബ. അപ്പൊ ബഹുകോശ ജീവിയായ ഒരുപാട് കോശങ്ങളുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കളിലേക്ക് കോശത്തിന് ചുറ്റും ഒരു സാധനം ഉണ്ട്. എന്താ നമുക്ക് പറയാം, അതിനകത്തേക്കാണ് ആദ്യം പുറത്തുനിന്ന്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ശ്വാസകോശമൊക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തരും കേട്ടോ. അതുപോലെ തന്നെ ദഹനം പഠിക്കേണ്ട അടുത്ത ചാപ്റ്റർ അപ്പോഴും ക്ലിയർ ആക്കി തരും. എങ്ങനെയാണ് വില്ലസുകൾ വലിച്ചെടുക്കുക, ബ്ലഡിൽ നിന്നും എങ്ങനെയാണ് പോഷകങ്ങൾ ശരീരത്തിനകത്തേക്ക് വരിക, ഓക്സിജൻ എങ്ങനെയാണ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക ശ്വാസകോശത്തിന്, ഇതൊക്കെ എങ്ങനെ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലെ കോശത്തരത്തേക്ക് വരണ്ടേ? അപ്പൊ എന്ത് സംഭവിക്കും? ഓരോ കോശങ്ങൾക്ക് ചുറ്റും ഒരു സാധനമുണ്ട്. അതെന്താ നമുക്ക് പറയാം. സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കത് പറയാം കേട്ടോ. അപ്പൊ ഞാനത് വിശദമായിട്ട് അതിന്റെ ഒരു എക്സ്ചേഞ്ച് ഒന്നും ഇപ്പൊ പറയുന്നില്ല, അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ജന്തുക്കളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നോ അതിന് നമുക്ക് എന്ത് വിളിക്കാം, കോശങ്ങൾക്കിടയിലെ ദ്രവം. ആ ദ്രവത്തിൽ നിന്ന് പിന്നീട് മെല്ലെ മെല്ലെ കോശത്തിനകത്തേക്ക് പോകുന്നു, കോശസ്ഥലത്തിലൂടെ. ഇതാണ് ജന്തുക്കളിൽ. ഇനി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ജന്തുക്കൾ എന്ന് പറഞ്ഞപ്പോ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ടല്ലോ. സസ്യങ്ങളിൽ ഇങ്ങനെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങള് പല മാർഗങ്ങളിലൂടെയാണ് ഇതിന്റെ ഉള്ളിലോട്ട് കയറുക, സസ്യങ്ങൾക്കുള്ളിലോട്ട്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് ഈ പറയുന്ന സസ്യങ്ങളുടെ കോശത്തിന്റെ ആ ഉള്ളിലെ ദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. ഒന്ന് പഠിക്കാൻ ശ്രമിക്കണേ. ഇതിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല. കോശഭിത്തി, സസ്യങ്ങൾക്ക് എന്തുണ്ട്, കോശഭിത്തി ഉണ്ട്. ഓരോരോ കോശങ്ങൾക്ക് ഭിത്തിയുണ്ട്. ആ കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് വരും. ഇപ്പൊ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും വരും. പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ രീതിയാണ് പറയുന്നത്, കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. രണ്ടാമത്തത് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമോ? ഒന്ന് കോശഭിത്തിയിലൂടെ, ആ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. ഒന്ന് പറഞ്ഞു നോക്കിയേ. സസ്യങ്ങളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഉള്ളിലോട്ട് പോവുക കോശദ്രവ്യത്തിലേക്ക് ചോദിച്ചാൽ, ഒന്ന് പറഞ്ഞു നോക്കിയേ, കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള ആ സ്ഥലത്തിലൂടെ. രണ്ടാമത്തത് ഒരു കോശം, അതായത് 2 കോശങ്ങൾ ഉണ്ടെങ്കിൽ ആ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിന്റെ പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ. അത് ബൈഹാർട്ട് പഠിക്കണം കേട്ടോ. അതാ ഞാൻ സാധനം എന്നൊക്കെ പറഞ്ഞത്. പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെയും. ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. ഫോട്ടോ ഞാനിപ്പോ പറഞ്ഞതിന്റെ കാര്യത്തില്ല, അതുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. അപ്പൊ 2 മാർഗം ബൈഹാർട്ട് പഠിച്ചോ. മൂന്നാമത്തത് ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ. പ്ലാസ്മാ സ്തരമുണ്ട്, അതെന്താ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ 3 ഐറ്റംസ് ഇവിടെ പഠിക്കണം. പ്രധാനമായിട്ടും സസ്യങ്ങളിലെ കോശത്തിന്റെ ദ്രവ്യത്തിനുള്ളിലോട്ട് എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വരിക. 3 മാർഗമാണ്. ഒന്ന് കോശഭിത്തിയിലൂടെ, അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലൂടെയുള്ള ആ സ്പേസിലൂടെ. 2 തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. 3 ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ. ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ. ഇവിടെ ആന്തര പരിസ്ഥിതി എന്നൊരു പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വിശദമായിട്ട് പറയാതെ. ഇപ്പൊ കോശത്തിന് ചുറ്റും കോശദ്രവ്യമുണ്ട്, കോശത്തിന്റെ സ്ഥലമുണ്ട്. ഫോട്ടോ കാണുന്നില്ലേ? എടാ, ഇത് കോശത്തിന്റെ ഉള്ളിലുള്ള സാധനം കോശത്തിന്റെ ദ്രവ്യം. ഈ കാണുന്നതാണ് കോശത്തിന്റെ ബോർഡർ. അതിനാണ് പറയുക കോശസ്ഥരം. ഇപ്പൊ ഞാൻ വരച്ച ബോർഡർ ആട്ടോ അത്. ഓക്കെ, കറക്റ്റ് വരയ്ക്കാനാവില്ല. ഓക്കെ, ഇതാണ് കോശസ്ഥരം. ഇതിന്റെ ഉള്ളിൽ കോശദ്രവ്യം. ഇതിന്റെ പുറത്ത് ആ ബ്ലൂ കളറിൽ കണ്ടില്ല നിങ്ങൾ? ഞാൻ പറഞ്ഞു നേരത്തെ, വിശദമാക്കി തരാം. അതിന് പറയുന്നൊരു പേരുണ്ട്. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരല്ല, ആ ഏരിയ മൊത്തത്തിൽ. അതായത് ഇങ്ങനെ കോശങ്ങൾക്കിടയിലുള്ള ഈ സ്പേസ് നമ്മൾ വേണമെങ്കിൽ കനാല് പോലെ കാണാം. കനാല് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പൊ ആ കനാൽ പോലെ കാണുന്ന ആ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ വിളിക്കുന്നത് ആന്തര പരിസ്ഥിതി എന്നാണ്. പുറത്തു നിന്നും ഒരു സാധനം കോശത്തിനകത്തേക്ക് കയറണമെങ്കിൽ അതിന് ബാഹ്യം എന്ന് പറയാം. പുറത്തുനിന്ന് വരുന്ന ഒരു ഉദാഹരണമാണ് ഓക്സിജൻ പുറത്തുനിന്ന് വരിക. അപ്പൊ അവിടുന്ന് വരുന്ന സാധനം നമ്മുടെ സെല്ലകത്തേക്ക് കയറണമെങ്കിൽ അതിന്റെ ചുറ്റും ഒരു ഭാഗമുണ്ട്. അതിനെ ആന്തര പരിസ്ഥിതി എന്ന് പറയാം. ഉള്ളിലെ പരിസ്ഥിതി, മറ്റേ പുറത്തുള്ളത് അല്ലെ, ബാഹ്യ പരിസ്ഥിതി, ആന്തര പരിസ്ഥിതി. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ ബ്ലൂ കളർ കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല. ജന്തുക്കളെ, നമ്മൾ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സസ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആ 3 രീതി മാത്രം പഠിച്ചു കേട്ടോ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. കോശഭിത്തിയിലൂടെ, പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെ, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. കോശഭിത്തി, പിന്നെന്താ പ്ലാസ്മോഡെസ്മേറ്റ. ഞാൻ എഴുതുന്നൊന്നുമില്ല കേട്ടോ, വൃത്തി ഉണ്ടാവില്ല, എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒന്നാമത് വിയർപ്പാണ്, നല്ല ചൂടായതുകൊണ്ട് വിയർത്ത് ഒലിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. പിന്നെ പ്ലാസ്മ സ്തരം. എന്താണ് പ്ലാസ്മ സ്തരം? അപ്പം ഭിത്തി, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്തരം. ഭിത്തി, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്തരം. അത് പഠിച്ചു. ഇനി ജന്തുക്കളിലേക്ക് വരാം. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തു കാണപ്പെടുന്ന ആ ഒരു ദ്രവം ഞാൻ പറഞ്ഞല്ലോ, കനാലിലെ വെള്ളം, അതിന് പറയുന്ന പേര് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ്. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം പേര്. ആ ദ്രവത്തിന്റെ പേര് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. പുറത്തുള്ള ദ്രവം എടാ, കോശത്തിനുള്ളിൽ കോശദ്രവ്യം, പുറത്തുള്ള എക്സ്ട്രാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ആന്തര പരിസ്ഥിതിയായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെയാണ് ആന്തര പരിസ്ഥിതി എന്ന് പറയാം. അപ്പൊ ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവത്തെ, എക്സ്ട്രാ സെല്ലുലാർ ദ്രവത്തെ ആന്തര പരിസ്ഥിതിയായിട്ടാണ് അത് വർത്തിക്കുന്നത്. അതിന്റെ പണി അതാണ്. അത് നിൽക്കുന്നത് ഈ ആന്തര പരിസ്ഥിതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? ഇല്ല. നേരത്തെ നിങ്ങൾ സസ്യം പഠിച്ചല്ലോ. അവിടെ കോശഭിത്തി, അതിൻ്റെ ഉള്ളിലൂടെ ഗ്യാപ്പ്, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്തരം ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് കോശത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ആന്തര പരിസ്ഥിതി ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളെ കേസിൽ ഇതെല്ലാം ഉൾപ്പെടും. എന്നാൽ ജന്തുക്കളിലോ? ജന്തുക്കളിൽ ഈ കാണുന്ന ആ ഒരു ബ്ലൂ കളറിൽ കണ്ട ഭാഗല്ലേ, അതിന് പറയുക എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ്. ഇതാണ് ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുക. എന്നാൽ സസ്യങ്ങൾ അങ്ങനെയല്ല. സസ്യങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്റെ പിറകെ കാണുന്ന കോശഭിത്തിയിലെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്തരം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താന്ന് ഞാൻ വായിക്കട്ടെ. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ജന്തുക്കളിലോ? കോശങ്ങൾക്കിടയിലെ ആ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം മാത്രമാണ് ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നത്. എന്താണ് ആന്തര പരിസ്ഥിതി? മനസ്സിലായോ? ആ ബ്ലൂ കളർ കാണുന്നത്, ഓക്കെ, അതാണ് ആന്തര പരിസ്ഥിതി. അപ്പൊ അതാണ് ജന്തുക്കളിൽ. ഇനി പറയാൻ പോകുന്നത്, ഇങ്ങനെ ഓരോ കോശത്തിനും ഇങ്ങനെയുള്ള ആന്തര പരിസ്ഥിതി ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നിൽക്കണം, അതൊന്നും പറ്റരുത്. അതിനെക്കുറിച്ച് പറയുന്നു. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് പറയും. എപ്പോഴും ഈ സെല്ലുകൾക്കിടയിലുള്ള ആ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെ വേണം. അതിനെ പറയുന്നത് സമസ്ഥിതി പാലനം. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറൊരു മാർഗവും കേട്ടല്ലോ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ് എന്ന് പറയുന്ന പോലെ ഒന്ന് ആന്തര പരിസ്ഥിതി എന്താന്ന് പോലും മനസ്സിലാവാത്തവരുണ്ട്. പിള്ളേരെ ചുമ്മാ മനസ്സിലാക്കുക. ആ ചുറ്റും കാണുന്നതിനെ ആന്തര പരിസ്ഥിതി. അതിങ്ങനെ സ്ഥിരമായി നിലനിർത്താൻ എന്ത് വിളിക്കും? സമമായിട്ട് നിൽക്കുക, സമസ്ഥിതി പാലനം. ആ മലയാളം വാക്ക് തന്നെ ഇട്ടതൊക്കെ കേട്ടോ, സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. മെറ്റബോളിസം സുഗമമായി, എന്ന് വെച്ചാൽ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? മെറ്റബോളിസം സുഖമായിട്ട് നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ സെല്ല്, അതിന്റെ ചുറ്റുള്ള ആന്തര പരിസ്ഥിതി, ഇതൊക്കെ ഇങ്ങനെ സുഖമായിട്ട് നിൽക്കണം. അതിന് പറയുന്നതാണ് സമസ്ഥിതി എന്ന് പറയുക. ആ സമസ്ഥിതി ഇങ്ങനെ തുടരണം. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. ഇപ്പൊ സസ്യങ്ങൾക്കാണെങ്കിലും അതിന്റെ കോശഭിത്തി അല്ലെങ്കിൽ അതിനുള്ള ദ്രവം, അതിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കോശഭിത്തിയോ അതിലുള്ള ഘടകങ്ങളോ എന്തിനെ പറ്റിക്കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമാണ്. അതാ ഉദ്ദേശം കേട്ടോ. അപ്പൊ ചുറ്റും ഇങ്ങനെ കോശങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തു നിന്ന് ഉള്ളോട്ടൊക്കെ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ വരിക? ഇനി അതാണ് പ്രശ്നം. ഇപ്പൊ വരാൻ വേണ്ടി ഒരു ആന്തര പരിസ്ഥിതി ഉണ്ട്. അതിങ്ങനെ നിലനിൽക്കുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നുണ്ട്. സസ്യങ്ങളിലും ജന്തുക്കളിലും ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ജന്തുക്കളിലാണെങ്കിൽ കോശങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമുണ്ട്. സസ്യങ്ങളിലാണെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ വഴിയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും
അതുപോലെ തന്നെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയൊക്കെ പോകുന്നു പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ പോകുന്ന രീതിയെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഉദാഹരണം ഞാൻ ഒന്ന് വായിക്കാം, മനസ്സിലാക്കുക. പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാവും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളുടെയോ സുഷിരങ്ങളുടെയോ മാത്രമേ കടന്നു പോകാനാവൂ. ഇത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പ്ലാസ്മ സ്തരം ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് തൽക്കാലം പദാർത്ഥങ്ങളുടെ വിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ കുറിച്ച് പറയാണേ. ഇപ്പൊ പ്ലാസ്മ സ്തരത്തിലൂടെ സസ്യങ്ങളിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു അർദ്ധധാര്യ സ്തരമാണെന്ന് കരുതുക. പ്ലാസ്മ സ്തരം, അതിനകത്ത് ചില സാധനങ്ങൾ കൂളായിട്ട് അങ്ങ് പോകും. കൂളായിട്ട് പോകുന്ന സിമ്പിളായിട്ട് ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അനായാസം പോകും. എന്നാൽ ചില അയോണുകളും ചില പദാർത്ഥങ്ങളൊക്കെ എങ്ങനെ പോകും? അതിനകത്ത് ചില പ്രത്യേക ചാനലിലൂടെ പോകും. ഈ പോക്ക് വരവ് നമ്മൾ പഠിക്കണം. പ്ലാസ്മ സ്തരത്തെ, നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മ സ്തരത്തെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം, വരണധാര്യ സ്തരം എന്ന് വിളിക്കാം. ഇവിടെ മുകളിൽ കാണാൻ നിങ്ങൾക്ക് പ്ലാസ്മ സ്തരത്തെ വരണധാര്യ സ്തരം എന്ന് വിളിക്കാം. പ്ലാസ്മ സ്തരത്തെ നമുക്ക് വരണധാര്യ സ്തരം എന്നും സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നും വിളിക്കാം. ഓക്കെ, ഇവിടെ അർദ്ധധാര്യ സ്തരം കാണാം, എക്സാമ്പിൾ കാണാം. എങ്ങനെയാണ് ഒരു പദാർത്ഥം ഒരു സ്ഥലത്തേക്ക് പോവുക? നിങ്ങളൊരു റൂമിൽ ഒരു സ്പ്രേ അടിച്ചു ഒരു കോർണറിൽ, ആ റൂമിന്റെ മറ്റൊരു കോർണറിലേക്ക് സ്പ്രേ എത്തില്ലേ? അതെന്തുകൊണ്ടാണ്? ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ വായുവിലൂടെ ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് അതിന്റെ ആ സ്മെല്ല്, അതിലെ ആ പദാർത്ഥം എത്തുകയാണ്. അങ്ങനെയാണ് നമുക്ക് സ്മെല്ല് കിട്ടുന്നത് അല്ലെ? ഇത് തന്നെയാണ് ശുദ്ധജലത്തിലിട്ട ഒരു ഉണക്കമുന്തിരി. ഈ പറയുന്ന ഒരു പ്രോസസ്സ് നോക്കൂ. ആ ഉണക്കമുന്തിരിയുടെ ഒരു സ്ഥലമുണ്ടല്ലോ പുറത്തുള്ള, അതിലൂടെ വെള്ളം, ജലം എന്ത് ചെയ്യുന്നു? ഈ മുന്തിരിയുടെ ഉള്ളിലോട്ട് കയറും. അങ്ങനെ ആ മുന്തിരി വലുതാകും അല്ലെ? ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വലുതാവുന്ന കാണില്ലേ? നമുക്ക് അത് വീർക്കുന്ന കാണില്ലേ? എന്താ സംഭവിക്കുക? ധാരാളം വെള്ളം ഉള്ളിലേക്ക് കടക്കും. അങ്ങനെ ഉണക്കമുന്തിരി വികസിക്കും. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ജലതന്മാത്രകൾ അങ്ങനെ ഒഴുകിയിട്ട് ഈ മുന്തിരിയുടെ ഉള്ളിൽ കയറിയതാണ്. അപ്പൊ ഇതിന് പറയുന്ന പേര് ഡിഫ്യൂഷൻ എന്നാണ്. ഇങ്ങനെ പോകുന്നത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് ഇത്തരം പദാർത്ഥങ്ങളുടെ ഒരു പോക്കിനെ ഡിഫ്യൂഷൻ എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുമ്പം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അർദ്ധധാര സ്ഥലത്തിലൂടെയും അല്ലാതെയും ഡിഫ്യൂഷൻ നടക്കും. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലം വേണമെന്നൊന്നുമില്ല, അല്ലാതെയും എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ, ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞതിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ, എടാ നമ്മൾ ഈ പറയുന്ന കോശത്തിന്റെ പ്ലാസ്മ സ്ഥലത്തെ കുറിച്ചിട്ട് നമ്മൾ അർദ്ധധാര്യ സ്ഥലത്തൊക്കെ ഒരു ഉദാഹരണം പറയുന്നത്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യുക? സഞ്ചരിക്കുന്ന പ്രക്രിയ, അങ്ങോട്ട് ജലം പോവുകയാണെങ്കിൽ പറഞ്ഞ പേരെന്താ ചോദിച്ചാൽ ഡിഫ്യൂഷൻ ആണോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ, ഓസ്മോസിസ് ആണോ എന്നാ ചോദ്യം. ഉത്തരം ഓസ്മോസിസ് ആണ്. അറിയാം ഒരുവിധം എല്ലാവർക്കും. അത് നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു. അതായത് ഒരു അർദ്ധധാര്യ സ്ഥലം, അതിപ്പോ പ്ലാസ്മ സ്ഥലം ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു? ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞയിലേക്കുള്ള പദാർത്ഥങ്ങളുടെ സഞ്ചാരം. ഇതിനെ എന്ത് വിളിക്കുക? ഡിഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പദാർത്ഥത്തിന് പകരം, ഇപ്പൊ പദാർത്ഥം നമ്മൾ പറഞ്ഞത് ജലമാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഗാഢത കൂടിയ ഭാഗത്ത് ഗാഢത, അതിന് ഒരു പ്രത്യേക പേരുണ്ട്. ജലം ഏതൊരു സ്ഥലത്തു നിന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന ജലത്തിന്റെ പ്രക്രിയ നമ്മൾ എന്ത് വിളിക്കും? ഓസ്മോസിസ് എന്ന് വിളിക്കും. ബൈ ഹാർട്ട് പഠിച്ചോളുക, അറിയാത്ത പുതിയ കുട്ടികളെ. ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള സഞ്ചാരമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡിഫ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, അത് ജലത്തിന്റെ കേസ് ആണെങ്കിൽ ഓസ്മോസിസ് എന്ന് വിളിക്കും. ഇനി അടുത്തൊരു സാധനം കൂടി ഈ സ്ക്രീനിലുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മക്കളെ ശ്രദ്ധിക്കുക, ഡിഫ്യൂഷന് ഒരു സ്ഥലത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. സ്ഥലം ഉണ്ടെങ്കിലും ഓക്കെ, ഡിഫ്യൂഷൻ ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കി. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടി. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണക്കമുന്തിരിയുടെ കേസ് പറഞ്ഞു. അത് ജലം ഗാഢത കൂടിയ ഭാഗത്ത് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ജലതന്മാത്രകൾ പോവുക, അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയാന്ന് പറഞ്ഞു. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്? ആ പേരിന്റെ ഒരു പൊരുള്, ഒരു ഫെസിലിറ്റി കൊടുക്കുക. നമ്മൾ പറയില്ലേ കുറച്ചുകൂടി എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് പോവില്ല. എന്ത് വേണം? ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോകൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന
ഊർജം ആവശ്യമില്ലാത്തൊരു പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ? എടാ മക്കളെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്ത് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അങ്ങ് പോകും. അവിടെ ഒരാളുടെയും സഹായം വേണ്ട, അവിടെ പ്രോട്ടീന്റെ സഹായം ഒന്നും വേണ്ട. നമ്മൾ പറയല്ലേ, ഒരു പ്രത്യേകം ഒരു ഇത് കൊടുക്കുക, ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായി പോകും, അങ്ങനെ പറയില്ലേ? അതുപോലെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂളായിട്ട് അങ്ങ് പോകും, അവിടെ ഒരു പ്രോട്ടീന്റെയും ഹെൽപ്പ് വേണ്ട, പ്ലാസ്മ സ്തരത്തിലൂടെ അങ്ങ് പോകും. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ചില സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ എവിടെയോ വായിച്ചു, അതായത് ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ അനായാസം കടന്നു പോകും, അല്ലെ? അനായാസം കടന്നു പോകും. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയാം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ. എന്നാൽ ചില അയോണുകൾ അങ്ങനെ പോവില്ല, വേറെ ചില സാധനങ്ങൾ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ എന്ത് വേണം? ഒരു ഫെസിലിറ്റി വേണം. ഇപ്പോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം അവിടെ രണ്ട് ടൈപ്പാണ്. അവിടെ അതിനെ സഹായിക്കാനുള്ള പ്രോട്ടീനുകളുണ്ട്. ഇവിടെ SCRT കൊടുത്തത് രണ്ട് ടൈപ്പാണ്. അപ്പൊ ചില പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ രണ്ട് തരം പ്രോട്ടീനുകളാണ് ഇവിടെ SCRT കൊടുത്തത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് ചാനൽ പ്രോട്ടീൻ, ശ്രദ്ധിക്കണേ, മറ്റൊന്ന് വാഹക പ്രോട്ടീൻ. അപ്പൊ ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞതിലേക്കാണ് സംഗതി, ശരിയാണ്. എന്ത് പോവുക? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല്. ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞതിലേക്കാണ് പോവുക. പക്ഷേ അവിടെ ഡിഫ്യൂഷനിൽ എന്ത് വേണ്ട? പ്രോട്ടീന്റെ സഹായം ഒന്നും വേണ്ട. ഡിഫ്യൂഷനിലും ഊർജ്ജം ആവശ്യമില്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും ഊർജ്ജം ആവശ്യമില്ല. കാരണം എന്താണ്? കൂടുതലുള്ള ആളുകൾ കുറവുള്ള സ്ഥലത്തേക്ക് പോകാൻ ഒരു ഊർജ്ജത്തിന് ആവശ്യമില്ല, അങ്ങ് പോയിക്കോളും, അല്ലേ? പക്ഷെ ഡിഫ്യൂഷനിൽ എന്ത് വേണ്ട? ആലോചിക്കുക, ഡിഫ്യൂഷനിൽ എന്ത് വേണ്ട? ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു പ്രോട്ടീൻ ചാനൽ ഒന്നും വേണ്ട. പക്ഷെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനില് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾ വേണം. അതാണ് ഇവിടെ. ഒന്ന് വാഹക പ്രോട്ടീൻ, മറ്റൊന്ന് ചാനൽ പ്രോട്ടീൻ. ആ പേര് പഠിക്കുക, വാഹകം, ചാനൽ. വാഹകം ചാനൽ സിമ്പിൾ ആണ്. ഗ്ലൂക്കോസ് കൊണ്ടുവരിക, ഗ്ലൂക്കോസ് കുറച്ച് വലുതാലോചിക്കും. ഗ്ലൂക്കോസ് അത് കൊണ്ടുവരണമെങ്കിൽ കുറച്ചിങ്ങനെ വലുപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണമെങ്കിൽ, ഉള്ളോട്ട് എത്തിക്കണമെങ്കിൽ അതിന്റെ ഷേപ്പിൽ, അതായത് ഈ വാഹക പ്രോട്ടീൻ എന്ത് ചെയ്യും? ആ വരുന്ന ഗ്ലൂക്കോസിന്റെ ഷേപ്പിലേക്ക് മാറിയിട്ട് ഇങ്ങനെ നോക്കൂ. ഒരു ഉദാഹരണം സ്ക്രീൻ ശ്രദ്ധിക്കണേ. ഈ ഗ്ലൂക്കോസ് എന്ന് കരുതുക, ഇത് കുറച്ച് വലുപ്പുണ്ട്. അപ്പൊ അതിങ്ങനെ വരുമ്പോൾ അതിന്റെ ഷേപ്പിലേക്ക് ആദ്യം മാറും. അതിനിങ്ങോട്ട് നീങ്ങി കണ്ടോ? അതിന്റെ ഷേപ്പ് ആ ഒരു ഗ്ലൂക്കോസിന്റെ ഷേപ്പിലേക്ക് ഉള്ളിൽ കൂടി കയറ്റിയിട്ട് അതിങ്ങനെ കയറി ആ പ്ലാസ്മ സ്തരത്തിലൂടെ പ്രോട്ടീനാണ്, വാഹക പ്രോട്ടീൻ ഈ ഗ്ലൂക്കോസിനുള്ളിൽ എത്തിക്കും. അപ്പൊ ഫെസിലിറ്റി, അവിടെ ഫെസിലിറ്റി ആരാണ്? വാഹക പ്രോട്ടീൻ ആണ്. ഗ്ലൂക്കോസിനുള്ളിൽ എത്തിക്കണമെങ്കിൽ വാഹക പ്രോട്ടീൻ. അപ്പൊ വാഹക പ്രോട്ടീൻ ഗ്ലൂക്കോസ് മൂപ്പരുടെ ഷേപ്പിനനുസരിച്ച് മൂപ്പർ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ വാഹക പ്രോട്ടീൻ ആണ് പ്രത്യേക ഷേപ്പിലൂടെ ഗ്ലൂക്കോസിനെ, അതിനാണ് നമ്മൾ പറയാ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എത്തിക്കുക. പഠിച്ചേ, രണ്ട് ടൈപ്പാന്ന് ഞാൻ പറഞ്ഞു. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ രണ്ട് ടൈപ്പ് പ്രോട്ടീനുകളാണ്. ഒന്ന് വാഹക പ്രോട്ടീനും മറ്റൊന്ന് ചാനൽ പ്രോട്ടീൻ. ചാനൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ചാനൽ, നമ്മൾ സൂയസ് കനാൽ എന്നൊക്കെ പറയില്ലേ, അല്ലേ? ഒരു ഗുഹ പോലെ, ഒരു തുരങ്കം പോലെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ അയോണുകൾ ഇങ്ങനെ കടത്തി വിടും. കണ്ടോ? ഇവിടെ കണ്ടോ അയേണ്. അപ്പൊ ചാനലിലൂടെ വരിക അയേണുകൾ ചാനലിലൂടെയും ഗ്ലൂക്കോസ് വാഹക പ്രോട്ടീനിലൂടെയും വരും. അപ്പൊ ചാനൽ പ്രോട്ടീൻ കണ്ടോ? ഒരു തുരങ്കം പോലെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചാനൽ, അല്ലേ? പ്രോപ്പർ ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ചാനലിലൂടെ അയോണുകൾ ഗാഢത കൂടുതൽ കുറഞ്ഞത് വരും. ഇവിടെ പ്രത്യേകിച്ച് ഊർജ്ജം വേണ്ട. കാരണം എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും സാധാ ഡിഫ്യൂഷനും എന്ന് പറഞ്ഞാൽ ഊർജ്ജം ആവശ്യമില്ല. ഫെസിലിറ്റേറ്റഡ് പ്രത്യേകിച്ച് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഗാഢത കുറഞ്ഞിട്ടുള്ള ജലത്തിന്റെ പേര് ഓസ്മോസിസ്. മൂന്നെണ്ണം കിട്ടിയോ? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. കിട്ടിയല്ലോ. അപ്പൊ അത് സെയിം സാധനം കേട്ടോ. ഈ പറഞ്ഞ ഓക്സിജൻ ആണെങ്കിൽ അങ്ങ് പോയിക്കോളും എന്നാ പറഞ്ഞത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെ കേട്ടോ. അപ്പൊ ഓക്സിജൻ എന്താണ്? ഡിഫ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഗ്ലൂക്കോസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അയോണുകൾ ഗാഢത കൂടുതൽ ഗാഢത കുറഞ്ഞതിലേക്ക് വരുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ജലം ഓസ്മോസിസ് ആണ് എക്സാമ്പിൾ. ഇനി നാലാമത്തെ ടൈപ്പാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നാലാമത്തത് മക്കളെ, ഇങ്ങനെ പദാർത്ഥങ്ങൾ ഓരോ കോശത്തിനുള്ളിലോട്ട് ഇങ്ങനെ പ്ലാസ്മ സ്ഥലത്തിലൂടെ പോകുമ്പോൾ, നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമുക്ക് നമ്മുടെ ശരീരം എടുക്കാം. അത് ഭാവി പഠിക്കും കേട്ടോ. ഇപ്പൊ വില്ലസുകള്, ചെറുകുടൽ, വൻകുടലൊക്കെ ആഗ്രഹമുണ്ടോ ശരീരത്തിലേത്? അപ്പൊ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതലാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും കോശത്തിനകത്തേക്ക് എന്ത് ചെയ്യും? ഈ കൂടുതലുള്ള ഗ്ലൂക്കോസ് അങ്ങ് വരും. ഏത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെ ഗ്ലൂക്കോസ് എത്തും. ഒരു ഉദാഹരണമാണ് പറയുന്നത് ഗ്ലൂക്കോസ് കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ലെവൺ എടുക്കാം. ലെവൺ എന്ന് പറയില്ല, ഗ്ലൂക്കോസ് ആണ് നിങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും. എക്സാമ്പിൾ മാറ്റി ലെവണാക്കി. കുറച്ച് തോനെ ലവണം ബ്ലഡ് കൂടി പോവാണ്, കോശത്തിൽ കുറവാണ്. അപ്പൊ ലവണങ്ങളൊക്കെ കൂടുതലും കുറഞ്ഞതിലേക്ക് വരും. ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് കരുതുക, നമ്മുടെ ബ്ലഡിൽ എന്തായിരിക്കും? ഈ ലവണങ്ങൾ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ സെല്ലിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ സെല്ലിൽ കൂടുതലായിരിക്കും, ബ്ലഡ് കുറവായിരിക്കും.
അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് പോവില്ല. ഡിഫ്യൂഷനിലൂടെ അല്ലേ കൂടുതൽ കുറഞ്ഞതിലേക്ക് പോകും. പക്ഷെ അങ്ങനത്തെ സമയത്തും നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്ത് വേണം? ഈ അയോണുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലവണങ്ങൾ എത്തണം. അപ്പൊ എന്ത് സംഭവിക്കും? കുറവാ ഈ പറയുന്ന കോശത്തിൽ കൂടുതൽ കുറവുള്ളതേ പോകുന്നത് നമ്മൾ പറഞ്ഞേ. ഡിഫ്യൂഷൻ ആണെങ്കിലും ഓസ്മോസിസ് ആണെങ്കിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും. പക്ഷേ കുറവാണെങ്കിലും കോശത്തിനകത്തേക്ക് എത്തും. അതിനുള്ളൊരു മാർഗമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ നാലാമത്തത് ഗാഢത കുറഞ്ഞതിൽ നിന്നും ഗാഢത കൂടിയതിലേക്ക് പോകുന്ന ഈ പറയുന്ന അർദ്ധധാര്യ സ്ഥലത്തിലൂടെ അല്ലെങ്കിൽ പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ. 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു: ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഈ പറഞ്ഞ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇത് 3ലും ഉന്തി പറഞ്ഞേക്കണ്ട. ഗാഢത കൂടുതലാ, കുറവുള്ളതൊക്കെ അങ്ങ് പോയിക്കോളും. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താ സംഭവിക്കുന്നത്? ഗാഢത ഒരു ഭാഗത്ത് കുറവാണ്, അതുകൊണ്ട് ഊർജം വേണം. ഉന്തി പറഞ്ഞേക്കണം. കണ്ട നിങ്ങൾ, ഈ ലവണങ്ങളെല്ലാം ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ, ലവണങ്ങൾ ഗാഢത കുറവുള്ള മുകളിൽ, അവിടുന്ന് ഉള്ളോട്ട് വരണമെങ്കിൽ ഒരു എനർജി വേണം. അതാണ് ആക്റ്റീവ്. അപ്പൊ കോശസ്തരത്തിലൂടെ ലവണങ്ങളായിക്കോട്ടെ, എന്താണോ പദാർത്ഥം, അത് ഗാഢത കുറഞ്ഞാണ്. ഗാഢത കൂടുതലുള്ള ഭാഗത്തേക്ക് കോശത്തിനുള്ളിലോട്ട് എത്തണമെങ്കിൽ അതിന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുക. അവിടെയും എന്തുണ്ട്? ചില വാഹക പ്രോട്ടീനുകളുടെ ഹെൽപ്പ് ഉണ്ട്. അത് ഏതാണെന്നും പഠിക്കേണ്ട ഇപ്പൊ നിങ്ങൾ കേട്ടോ. അപ്പൊ തൽക്കാലം ഈ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. 4 ടൈപ്പിലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് കിട്ടണം. കിട്ടിയാൽ പരീക്ഷയ്ക്ക് മാർക്കായി. തന്മാത്രയുടെ ഒഴുക്കിന്റെ സ്വഭാവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പ്രക്രിയയുടെ പേരെന്താണ്? സിമ്പിൾ ആയിട്ട് കിട്ടുന്ന നോക്കണം, ഡിഫ്യൂഷൻ. ഇത് ശരിക്കും ഞാൻ ഇപ്പോൾ പൂരിപ്പിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിന്റെ ലെങ്ത് കൂടുന്നുണ്ട്. ക്ലാസ് ബോറടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട് ക്ലാസ് എടുത്തിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ബോറായി തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ. ഇതുവരെ കണ്ടവർ, ഇത്രയും നേരം വീഡിയോ കണ്ടവർ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പറയണം. എന്നാലേ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. എനിക്ക് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. കൂടുതലിന് കുറഞ്ഞതിലേക്ക് 3 പറഞ്ഞല്ലോ. അപ്പൊ കുറഞ്ഞത് കൂടിയതിലേക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ജലത്തിന് മാത്രം ബാധകം ഓസ്മോസിസ് മാത്രമേ വരൂ. ഊർജം വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഊർജം വേണ്ടാത്തത് ഡിഫ്യൂഷനും പറയാം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പറയാം. ഇവിടെ നമുക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കൊടുത്തു. വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ഉറപ്പാണ്. പ്രോട്ടീൻ എവിടെയുണ്ട്? ആക്റ്റീവിലുണ്ട്, ഫെസിലിറ്റേറ്റഡിലും ഉണ്ട്. ഇപ്പൊ ഡിഫ്യൂഷനിൽ വാഹക പ്രോട്ടീൻ വേണ്ട. വാഹക പ്രോട്ടീൻ ആവശ്യമായി വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും ഈ പറയുന്ന വാഹക പ്രോട്ടീൻ വേണം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പട്ടികയാണ്. അത് ആ രൂപത്തിൽ പൂരിപ്പിക്കുക. മക്കളെ, നമുക്ക് തൽക്കാലം ഞാനിപ്പോൾ പറഞ്ഞു, ലെങ്ത് നീണ്ടു പോകുന്നുണ്ട്, ക്ലാസ് ബോറടിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്തുന്നു. പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെടാത്തത് ഇത്. എല്ലാവരും കമന്റ് ചെയ്യണം ക്ലാസ് കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഇതാണ്: തന്മാത്രയുടെ ഒഴുക്കിന്റെ സ്വഭാവവും പ്രക്രിയകളും താഴെ കൊടുക്കുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ 4 എണ്ണം, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മൾ ഓസ്മോസിസ്, ഇത് 4 മനസ്സിലാക്കിയിട്ട് ഇതും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് ചിന്തിക്കുക പദാർത്ഥങ്ങളെ കുറിച്ചും. ആ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്ക് സസ്യങ്ങളിലാണെങ്കിലും അതുപോലെ ജന്തുക്കളാണെങ്കിലും എങ്ങനെയാണ് കയറുക, ആ കയറുന്ന 4 രീതി, അതായത് നമ്മൾ പറഞ്ഞുള്ളൂ. വളരെ കുറച്ച് കാര്യം പറഞ്ഞുള്ളൂ. അപ്പോൾ ബോറായിട്ടില്ലെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.